ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോഗ്രാഫി മലയാളം ബൈ ശരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ്. എൻ്റെ പേര് ശരത് കുമാർ. അപ്പോൾ ഞാനൊരു IT പ്രൊഫഷണലാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി എൻ്റെ ഒരു പാഷനാണ്. ഇനി നമുക്ക് ജനറലായിട്ട് എന്താണ് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എന്ന് പറയാം. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും നേച്ചറിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പുകളെ ഫോട്ടോ എടുക്കുന്നതാണ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കടൽ തീരത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ അല്ലെങ്കിൽ മലകളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് വേറൊരു സബ്ബായിട്ടുള്ള ഒരു കാറ്റഗറി കൂടി വരുന്നുണ്ട്. ഇതിൽ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ സാധാരണയായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. പ്രകൃതിദത്തമായ സംഭവങ്ങൾ മാത്രം. നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങുകളോ മറ്റോ മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു സിറ്റിയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നെങ്കിൽ സിറ്റിസ്കേപ്പ് എന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അതിന് അർബൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എന്നും കൂടി പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എടുക്കുമ്പോൾ എന്തായാലും ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് നമ്മൾ സാധാരണ അതിനെ അർബൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എന്നും കൂടി വിളിക്കാറുണ്ട്. ഇനി ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്ന ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റുഡിയോയുടെ ഉള്ളിൽ നിന്ന് സാധാരണ ഇതിൽ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്നത് പോലെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് പുറത്തേക്ക് പോയി പ്രകൃതിയെ നമുക്ക് എൻജോയ് ചെയ്യുവാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഏതെങ്കിലും സീനറികളൊക്കെ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറികൾ ആ ലൊക്കേഷനിൽ പോയിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ലൊക്കേഷൻ്റെ സൗന്ദര്യം കൂടി നമുക്ക് ആസ്വദിക്കുവാൻ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നമ്മൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടൽ തീരത്തിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കടൽ തീരത്ത് പോയി നേച്ചറുമായിട്ട് കൂടുതൽ ഒരു കോണ്ടാക്റ്റ് വരുവാൻ വേണ്ടിയിട്ട് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ നാച്ചുറിനെ അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സൗന്ദര്യം കാണുന്നത്, നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെയാണ് കാണുന്നത്, അത് ആ രീതിയിൽ തന്നെ മാക്സിമം പകർത്തിയെടുക്കുവാൻ നമ്മളുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പകർത്തിയെടുക്കുവാനാണ് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുവാൻ പോകുന്നത് എന്തൊക്കെ ക്യാമറ എക്യുപ്മെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആ എക്യുപ്മെൻറ്റ്സിന് നമുക്ക് ക്യാമറ ഗിയേഴ്സ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഗിയേഴ്സ് ആണ് നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ ആവശ്യമായിട്ട് വരുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ക്യാമറ സെറ്റിങ്സ് ആണ് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് സ്പെസിഫിക് ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോ എടുക്കുവാൻ കഴിയും എന്നുള്ളതും നമ്മൾ നോക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഓരോ ലൊക്കേഷനുകളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ സീസ്കേപ്പിൻ്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ അർബൻ ഏരിയകളിൽ പോയിക്കൊണ്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഓരോ ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ ഒരു പുരാതനമായ ഒരു ബിൽഡിങ്ങുകളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് എങ്ങനെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കാം, ഇതെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുവാൻ കഴിയും. അതുപോലെ ഏത് സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുവാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ടത് ഏത് സമയത്താണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കോമ്പോസിഷനെ കുറിച്ചിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കോമ്പോസിഷനെ കുറിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഒന്നും കൂടി പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ എടുക്കുവാൻ വേണ്ടി അഡീഷണലായിട്ട് എന്തൊക്കെ ക്യാമറ ഗിയേഴ്സാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഫോട്ടോ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പുറത്തേക്ക് പോവുകയും അതുപോലെ തന്നെ നേച്ചറുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുവാനും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയുടെ ആവശ്യമായിട്ട് വരുന്ന ക്യാമറ ഗിയേഴ്സിനെ കുറിച്ച് നോക്കാം. ക്യാമറ ഗിയേഴ്സ് വെച്ചാൽ ക്യാമറ എക്യുപ്മെൻറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ മറ്റു ഫോട്ടോഗ്രാഫിയുടെ മേഖലകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കമ്പയർ ചെയ്യാവുന്നത് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുമായിട്ട് ഇതിന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ ലെൻസുകൾ ആവശ്യമായിട്ടുണ്ട്.
അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസുകളും ഫാസ്റ്റ് ആയിട്ടുള്ള ലെൻസുകൾ ആവശ്യമാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു F2.8 അല്ലെങ്കിൽ F4 ഒക്കെ ലൈറ്റ് കുറവുള്ള സമയത്തൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ലെൻസുകളും അതുപോലെ തന്നെ വളരെ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു 800 അല്ലെങ്കിൽ 400 600 അതുപോലുള്ള വലിയ ലെൻസുകൾ തന്നെ ആവശ്യമാണ്. അപ്പോൾ അതുപോലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ലെൻസുകളും അതുപോലെ തന്നെ ക്യാമറ നമുക്ക് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്ന ക്യാമറകൾ ആവശ്യമാണ്. പക്ഷേ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 8 ഒക്കെ വർഷം മുന്നുള്ള ക്യാമറകൾ ഉപയോഗിച്ചാൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കാൻ കഴിയുന്നതാണ്. ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലുള്ളതുപോലെ അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല സ്പീഡിൽ ഫോട്ടോ എടുക്കുവാൻ കഴിയുന്ന ഇത്ര ഫ്രെയിം റേറ്റിൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ക്യാമറകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി പ്രൊഫഷണലായിട്ട് തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളൊരു എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ കാറ്റഗറിയിൽ ഇപ്പോൾ ഞാനൊക്കെ എടുക്കുന്ന പോലെ ഒരു ഹോബി ആയിട്ട് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫസ്റ്റ് ഹാൻഡ് ക്യാമറ മേടിക്കാൻ പൈസ ഉള്ളവർക്ക് മേടിക്കാം. അല്ലാത്തവർക്ക് സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഒരു 5 അല്ലെങ്കിൽ പോട്ടെ ഒരു 8 വർഷം മുന്ന് വരെയൊക്കെയുള്ള ക്യാമറകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുവാൻ കഴിയുന്നതാണ്. ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഒട്ടുമിക്ക സമയത്തും ഒരു 99% സമയത്തും നമ്മൾ ഒരു ട്രൈപോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുക. അത് ട്രൈപോഡിലാണ് നമ്മൾ ക്യാമറ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ISOയും അതുപോലെ തന്നെ ഷട്ടർ സ്പീഡും ഒന്നും ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയെ മറ്റുള്ള മേഖലയിലുള്ള ഫോട്ടോഗ്രാഫിയുടേതുപോലെ എഫക്റ്റ് ചെയ്യുന്നതല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുമായിട്ട് കമ്പയർ ചെയ്യാം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സന്ധ്യയായ സമയത്തൊക്കെ ഫോട്ടോ എടുക്കാൻ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു 64,000 അല്ലെങ്കിൽ ഒരു 28,000 ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ISO മുകളിലേക്ക് പോയിട്ട് ചില സമയങ്ങളിൽ ഫോട്ടോ എടുക്കേണ്ടി വരും. ആ സമയത്തൊക്കെ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈ എൻഡ് ക്യാമറകളാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ISO ഉപയോഗിച്ചുകൊണ്ട് അധികം ഗ്രെയിൻസ് ഇല്ലാതെ അധികം നോയ്സ് ഇല്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കുവാൻ കഴിയുകയുള്ളൂ. 28,000 ഒക്കെ ISO വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ ഈ ഇരുട്ടായ സമയങ്ങളൊക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കുവാൻ കഴിയുള്ളൂ. അതിന് നമുക്ക് വളരെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള ക്യാമറകൾ ആവശ്യമായിട്ട് വരാം. അതുപോലെ തന്നെ ഒരു പറന്നു പോകുന്ന പക്ഷിയുടെയൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു 15 ഫ്രെയിം റേറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ക്യാമറകളിലൊക്കെ ആണെങ്കിൽ ഒരു 40 അങ്ങനെ ആ രീതിയിലൊക്കെ ഫ്രെയിം റേറ്റിൽ നല്ല സ്പീഡിൽ ഒക്കെയുള്ള ഫ്രെയിം റേറ്റിലുള്ള ക്യാമറകളൊക്കെ ആവശ്യമായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ ഒരു കാര്യം അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാപിക്സൽ ഇപ്പോൾ വളരെ പഴയ ക്യാമറകളിലൊക്കെ ആണെങ്കിൽ ഒരു 20 താഴെ അല്ലെങ്കിൽ ഒരു 15 താഴെയൊക്കെ ആയിരിക്കും മെഗാപിക്സൽ വരിക. പക്ഷേ പുതിയ ക്യാമറകളിലൊക്കെ ആണെങ്കിൽ ഒരു 20 മെഗാപിക്സൽ അല്ലെങ്കിൽ 24 മെഗാപിക്സൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള മെഗാപിക്സലിലുള്ള ക്യാമറകളിലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇത് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി വളരെ വലിയ രീതിയിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് നമ്മൾ ചുമരിൽ വളരെ വലിയ രീതിയിലുള്ള സീനറിയൊക്കെ പ്രിൻ്റ് ചെയ്യേണ്ട സമയത്താണ് ഈ നമ്മളുടെ ക്യാമറയുടെ എത്ര മെഗാപിക്സൽ വരുന്ന പടമാണ് നമുക്ക് ക്യാമറയിൽ എടുക്കുവാൻ കഴിയുക എന്നുള്ളത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 8 വർഷം മുന്ന് വരെയുള്ള ക്യാമറകളൊക്കെ ഏകദേശം ഒരു 15 മുകളിലേക്ക് മെഗാപിക്സൽ വരുന്ന ക്യാമറകൾ 20 അല്ലെങ്കിൽ 24 ആ രീതിയിൽ ഉള്ള ക്യാമറകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുത്ത് നിങ്ങൾക്ക് വലിയ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അല്ല നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറവ് മെഗാപിക്സൽ ഉള്ളതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല.
ഇനി ക്യാമറയിൽ നമുക്ക് പല രീതിയിലുള്ള ക്യാമറകൾ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കയ്യിലുള്ളത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ നല്ലതായിരിക്കും. ഫുൾ ഫ്രെയിം ക്യാമറ തന്നെ വേണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രോപ്പ് സെൻസർ ക്യാമറയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഒരു മൈക്രോ തേർഡ് സെൻസർ, വളരെ ചെറിയ സെൻസറാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുവാൻ കഴിയും. പക്ഷേ നമ്മൾ പുതുതായിട്ട് ഒരു ക്യാമറ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ക്യാമറ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു 5D ക്യാമറയാണ്, കാനോണിൻ്റെ ഒരു 5D ക്യാമറയാണ് ഞാൻ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച്, നിങ്ങൾ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയി ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നെല്ലാം നമുക്ക് പുറത്ത് പോയി ഫോട്ടോ എടുക്കുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പഴയൊരു ക്യാമറ ബോഡി, ഫുൾ ഫ്രെയിം ബോഡി മേടിക്കുവാൻ കഴിയുകയാണെങ്കിലും നിങ്ങൾക്ക് അത് കാനോണിൻ്റെ ബ്രാൻഡ് തന്നെ വേണമെന്നല്ല, നിക്കോൺ ആയിരിക്കും, സോണി ആയിരിക്കാം, ഏത് ബ്രാൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും സെക്കൻഡ് ഹാൻഡാണ് മേടിക്കുന്ന ഒരു 5 അല്ലെങ്കിൽ 8 കൊല്ലം മുന്നൊക്കെയുള്ള ക്യാമറ ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഇനി ലെൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 2-3 തരത്തിലാണ് ഇതിൻ്റെ ലെൻസുകൾ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ ലെൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ മേടിക്കാനുള്ള പൈസയേ ഉള്ളൂ എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളൊരു 16 to 35 ഒക്കെ വരുന്ന, അല്ലെങ്കിൽ 16 തൊട്ടിട്ട് ഒരു 35 വരെ ഫോക്കൽ ലെങ്ത്ത് വരുന്ന ലെൻസ് മേടിക്കുകയാണ് ഏറ്റവും നല്ലതായിരിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡായിട്ട്, ഒരു 16 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വൈഡായിട്ട് നല്ല വലുപ്പത്തിൽ നമ്മളുടെ സീനറി കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുവാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കത് തന്നെ സൂം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 24 ഫോക്കൽ ലെങ്ത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുവാൻ കഴിയും. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് 24 മുതൽ 70 വരെ വരുന്ന സൂമിങ് വരുന്ന ലെൻസുകളുണ്ട്. അപ്പോൾ 24 മുതൽ 70 വരെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം ഒരു വൈഡായിട്ടുള്ളത് 24 mm ഫോക്കൽ ലെങ്ത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ 24 തൊട്ട് 70 വരെയുള്ളത് അതിൻ്റെ അടുത്ത റേഞ്ച് വരുന്നു. ഫസ്റ്റ് നമ്മൾ നോക്കിയത് 16 to 35, 16 തൊട്ട് 35 വരെ mm ഫോക്കൽ ലെങ്ത്തുള്ള സൂമിങ് കപ്പാസിറ്റി ഉള്ള ലെൻസ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 24 മുതൽ 70 വരെ സൂമിങ് കപ്പാസിറ്റി ഉള്ള ലെൻസാണ്. ഇനി അതിനുശേഷം നമുക്ക് ഒരു കുന്നോ മലയോ ഒക്കെ ഉണ്ട്, വളരെ അകലെയാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ചില ലൊക്കേഷനുകളിലൊക്കെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സീനറിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം മാത്രം നമുക്ക് അബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് ഒരു 70 to 200 mm സൂം ലെൻസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലെൻസ് മാത്രമേ മേടിക്കാൻ ഉള്ളെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടത് 16 to 35 ആണ്, 35 mm ആണ്. 2 ലെൻസ് മേടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 16 to 35ഉം അതുപോലെ തന്നെ 70 to 200ഉം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാധാരണ നമ്മൾ ഒരു വെഡിങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 24 to 70 ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 18 to 35 ആണെന്ന് തോന്നുന്നു കിറ്റ് ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ആ കിറ്റ് ലെൻസ് ഉള്ളവരാണെങ്കിൽ ആ കിറ്റ് ലെൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ വൈഡായിട്ടുള്ള ഫോട്ടോസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 to 16 ഒക്കെ പോകുന്ന ലെൻസുകളുണ്ട്. അതായത് ഒരു
10 mm മുതൽ 16 mm വരെ പോകുന്ന അൾട്രാ വൈഡ് ലെൻസസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടി വളരെ എക്സ്പെൻസീവായിട്ട് വരും. പക്ഷേ ഒരുപാട് വലിയ ഭൂപ്രദേശം തന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി കഴിയും. അങ്ങനെ അൾട്രാ വൈഡ് ആയിട്ടുള്ള ലെൻസുകളും പിന്നീട് ഈ നാലാമതായിട്ട് നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മേടിക്കാവുന്നതാണ്.